എന്താണ് ഭൂതങ്ങളുടെ മേശ? ഒരുമിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവവചനത്തിൻ്റെ ആഴമേറിയ വിടുതലിൻ്റെ ദൈവിക സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശങ്ങളിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നെയും ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. വേദപുസ്തകത്തിനകത്ത് ആദ്യമായി ഇങ്ങനെ ഒരു പദപ്രയോഗം, അതായത് ഭൂതങ്ങളുടെ മേശ എന്ന പദപ്രയോഗം നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ്. 1 കൊരിന്ത്യർ 10:21 നമ്മൾ അങ്ങനെ ഒരു വാക്യം ആദ്യമായി കാണുന്നത്. ഭൂതങ്ങളുടെ മേശയിലും കർത്താവിൻ്റെ മേശയിലും നിങ്ങൾ പങ്കുള്ളവരാകരുത് എന്നുള്ള ഡു നോട്ട് എന്ന് പറയുന്ന ഒരു വാണിങ്ങോടുകൂടി, അരുത് എന്നുള്ളൊരു കൽപ്പനയായി പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആഗോള വ്യാപകമായി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറാനിരിക്കുന്ന സകലർക്കും വേണ്ടിയുള്ള ആജ്ഞയായിരുന്നു അത്. നിങ്ങൾ കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും കൂട്ടാളികളാകരുത്, ആകരുത്, ആകരുത്. ഇപ്പോൾ കർത്താവിൻ്റെ മേശ എന്താണ് എന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്, വ്യക്തമായ അറിവുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തെ പ്രതിനിധാനം ചെയ്യുന്നതും അവൻ്റെ മരണ അടക്ക പുനരുദ്ധാന വാഴ്ചയെ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നതുമായ സഭയുടെ ജീവസുറ്റ ഒരു കർമ്മമാണ്, ഒരാചാരമാണ് തിരുമേശ, അതായത് കർത്താവിൻ്റെ മേശ, ലോർഡ് സപ്പർ എന്നൊക്കെ പല പേരുകളിൽ നമ്മൾ വിളിക്കുന്ന കർത്താവിൻ്റെ മേശ. ഈ മേശ എന്താണെന്ന് വീണ്ടും ജനിച്ച എല്ലാ പെന്തക്കോസ്റ്റ് വിശ്വാസികൾക്കും നന്നായി അറിയാം. കാരണം എല്ലാ ഉപവാസ പ്രാർത്ഥനകളുടെയും അവസാനത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ഒക്കെ നമ്മൾ ഈ കർത്താവിൻ്റെ മേശയിൽ പങ്കുള്ളവരായി മാറും. എന്നാൽ ദൈവമക്കൾക്ക് അത്ര കണ്ട് പരിചയമല്ലാത്തതും അറിവില്ലാത്തതുമായൊരു മേഖലയാണ് ഭൂതങ്ങളുടെ മേശ എന്നത്. ഭൂതങ്ങളുടെ മേശ എന്താണ് എന്ന് ഉള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ ആ അജ്ഞതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വയ്ക്കുന്ന പ്രധാനപ്പെട്ട തന്ത്രം. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എന്നോടൊപ്പം പരിചയപ്പെട്ട് നിൽക്കുന്ന അനേക വ്യക്തികളോട് ഈ വിഷയത്തെ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും കർത്താവിൻ്റെ മേശയെക്കുറിച്ച് അറിയാം. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് ഇവരെല്ലാം വാചാലരായി സംസാരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പാസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ ബ്രദറെ, അങ്ങനെയാണെങ്കിൽ സിസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ ആൻറ്റി, എന്താണ് ഭൂതങ്ങളുടെ മേശ? അതിനെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല. ഈ അറിവില്ലായ്മയാണ് അവസാന നാളുകളിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വല്ലാതെ മലിനമാക്കുന്ന ഒരു വലിയ ആയുധമായി സാത്താൻ നമ്മുടെ മേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ഹൃദയങ്ങൾ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ദൈവവചനത്തിൻ്റെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ബന്ധനത്തിൽ നിന്ന് അഴിഞ്ഞ് സ്വതന്ത്രമാകുമെന്ന് എനിക്ക് നല്ല ദൃഢനിശ്ചയമുണ്ട്. വരൂ, നമുക്ക് ഒരുമിച്ചൊന്ന് ധ്യാനിക്കാം. എന്താണ് ഭൂതങ്ങളുടെ മേശ എന്ന ആശയം അല്ലെങ്കിൽ ആ വെളിപ്പാട് എന്താണത്? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10:21 പ്രകാരം വിഗ്രഹാർപ്പിതങ്ങളെയാണ് ഇവിടെ ഭൂതങ്ങളുടെ മേശ എന്ന് അപ്പോസ്തലൻ പൗലോസ് ആ കാലത്ത് വിളിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം, ഏതെങ്കിലും ഒരു വസ്തുവക, ഏതെങ്കിലും ഒരു ആഹാര സാധനം ദേവിയുടെയോ ദേവന്മാരുടെയോ പേര് പറഞ്ഞ് അവയ്ക്ക് അർപ്പിക്കുന്നത് വിഗ്രഹാരാധന വേദപുസ്തക പ്രകാരം തെറ്റും ദൈവം വെറുക്കുന്നതുമായൊരു പാപപ്രവൃത്തിയാണ്. അതുകൊണ്ട് ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയും വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുകയും ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ, കുടിക്കുന്നതിലൂടെ, ഭുജിക്കുന്നതിലൂടെ ഒരുവന്റെ മനസ്സും ശരീരവും ആത്മാവും ബന്ധിക്കപ്പെടുകയും മലിനമാക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് മുൻപേ ഞാൻ പഠിപ്പിച്ച ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. ആയതുകൊണ്ട് തന്നെ അപ്പോസ്തലൻ പൗലോസ് അത് ആവർത്തിക്കുകയാണ്. നിങ്ങൾ വിഗ്രഹാർപ്പിതങ്ങളായ ഭൂതങ്ങളുടെ ബലികളെ കഴിക്കരുത്, അത് സ്വീകരിക്കരുത്. 2, ഒന്നുകൂടി ആഴത്തിൽ നമുക്ക് പറഞ്ഞാൽ, ഈ ലേഖനം എഴുതുന്ന സമയമെന്ന് പറയുന്നത് സഭയുടെ ആരംഭഘട്ടമാണ്, പ്രാചീന കാലഘട്ടമാണ്. പിന്നീട് അങ്ങോട്ട് ഒത്തിരി സംസ്കാരങ്ങളിലേക്ക്, ഒത്തിരി ഭാഷക്കാരുടെ നടുവിലേക്ക്, ഒത്തിരി ഗോത്രങ്ങളുടെ നടുവിലേക്ക്, ഒത്തിരി നാനാജാതി മതസ്ഥരുടെ നടുവിലേക്ക് വേദപുസ്തകത്തിൻ്റെ നിസ്തുല്യമായ സുവിശേഷം കാട്ടുതീ പോലെ പടർന്നു കയറി. യേശുക്രിസ്തുവിലൂടെ എല്ലാവരും രക്ഷയെ സ്വന്തമാക്കി, യേശുക്രിസ്തുവിലൂടെ എല്ലാവരും സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം എല്ലാവരും ക്ഷമയോടെ, കൊതിയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്നവരുടെ മേൽ അശുദ്ധിയുടെ കളങ്കങ്ങൾ ഉണ്ടാകരുത് എന്ന് ദൈവവചനം നമ്മോട് അനുശാസിക്കുകയും നാം അത് കൈക്കൊണ്ട് നാം വിശുദ്ധിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് തീർത്തും അറിവില്ലാത്തൊരു മേഖലയിൽ സാത്താൻ നമ്മെ ബന്ധിക്കുന്ന ഒരു നുകവുമായി കടന്നു വരുന്നത്. അത് നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയുള്ള അവൻ്റെ ബന്ധനങ്ങളാണ്, നുകങ്ങളാണ്.
വിഗ്രഹാർപ്പിതങ്ങളിനെ ആദ്യമായി നമുക്ക് ഭൂതങ്ങളുടെ മേശ എന്ന് വിളിക്കാം. ബലി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന സകലത്തെയും ഭൂതങ്ങളുടെ മേശ എന്ന് വിളിക്കാം. രണ്ടാമത്, ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ചിരുന്നത് പോലെ തന്നെ, ഒരു മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ ദോഷകരമായ ഒരു പ്രവൃത്തിയിലേക്ക് തള്ളിവിടണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, സമ്പത്ത്, മനസമാധാനം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, കഴിവുകൾ ഇവയൊക്കെ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടി ആഹാരപദാർത്ഥങ്ങളെ കൈവിഷയങ്ങളായി ഉപയോഗിച്ച് പൂജാമന്ത്രങ്ങൾ ഒക്കെ നടത്തി, അല്ലെങ്കിൽ അതിന് പ്രത്യേകതരമായുള്ള അഥർവ വേദങ്ങളൊക്കെ നടത്തി, അങ്ങനെയുള്ള പൂജാദ്രവ്യങ്ങൾ കഴിക്കുന്നതിലൂടെ, കൈവിഷം പ്രചരിപ്പിക്കുന്നതിലൂടെ അനേകരുടെ ജീവിതം തകർന്ന കഥ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഈ കൈവിഷങ്ങളെയും ഭൂതങ്ങളുടെ മേശ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. എന്നാൽ ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ആരും ഞെട്ടരുത്. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭൂതങ്ങളുടെ മേശ കഴിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആകെ ഞെട്ടും. സത്യസന്ധമായി ഞാൻ പറയുകയാണ്, നിങ്ങൾ വിഗ്രഹാർപ്പിതം കഴിക്കുന്നില്ല, നിങ്ങൾ കൈവിഷം കഴിക്കുന്നില്ല, നിങ്ങൾ ദേവീദേവന്മാർക്ക് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന പൂജാബലികളൊന്നും കഴിക്കുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭൂതങ്ങളുടെ മേശ കഴിക്കുന്നുണ്ട്. സഭയിൽ കർത്താവിൻ്റെ മേശയും വീട്ടിൽ ഭൂതങ്ങളുടെ മേശയും കഴിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്നോട് വിയോജിപ്പുണ്ടെങ്കിൽ ശ്രമയോടെ തുടർന്നങ്ങോട്ട് കേട്ടാലും നിങ്ങളുടെ വിയോജിപ്പുകൾ മാറി നിങ്ങൾ എന്നെ അനുകൂലിച്ച് എൻ്റെ പ്രസ്താവനയോട് ആമേൻ പറയാൻ തുടങ്ങും. ഞാനതിനെ ഒന്ന് വിശദീകരിച്ചുകൊള്ളട്ടെ. വേദപുസ്തകത്തിനകത്ത് ഭക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ദൈവം ഭക്ഷണം മനുഷ്യന് കൊടുത്തിരിക്കുന്നത് അവൻ്റെ ശാരീരികമായ ഊർജത്തെ സ്വീകരിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള മാധ്യമമായിട്ടാണ് ദൈവം ഭക്ഷണ പദാർത്ഥങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നതും മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതും. നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകത്തിലെ ആദ്യത്തെ പാപം ആരംഭിച്ചത് തിന്നതിലൂടെയാണ്, കഴിച്ചതിലൂടെയാണ്, ഭക്ഷണത്തിലൂടെയാണ്. വേദപുസ്തകത്തിനകത്ത് ആദ്യമായി മരണം പ്രവേശിച്ചത്, പാപം പ്രവേശിച്ചത്, ശാപം പ്രവേശിച്ചത്, സാത്താന് പോലും പ്രവേശനം കിട്ടിയത് അത് ചിന്തകൾക്കകത്തോ അത് വാക്കുകൊണ്ട് പറഞ്ഞ വാക്കുകൾക്കകത്തോ ഒന്നും ആയിരുന്നില്ല, കഴിച്ച ഭക്ഷണത്തിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അരുത് എന്ന് ദൈവം കൽപ്പിച്ചിരുന്ന അറിവിന്റെ വൃക്ഷഫലം പറിച്ച് കഴിച്ചതിലൂടെ വയറിലേക്ക് പോയത്, വായിൽ രുചിച്ചു നോക്കിയതിനെ, പല്ലുകൊണ്ട് കടിച്ചതിനെ ശരീരത്തിലേക്ക് സ്വീകരിച്ചതിലൂടെയാണ് ആദാമ്യ വർഗത്തിന്റെ മേൽ പാപം ആരംഭിച്ചത്, മരണം വാഴ്ച തുടങ്ങിയത്, ശാപങ്ങൾ വന്നു കയറിയത്. എന്തിന്? സാത്താൻ എന്ന് പറയുന്ന അന്ധകാരത്തിന്റെ രാജാവ് നമ്മുടെ മേൽ മുഖം വെച്ച് നമ്മെ ഭരണം നടത്തി തുടങ്ങിയതുപോലും കഴിച്ച ആ ഒരു ആഹാര പദാർത്ഥത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിനകത്ത് പലയിടങ്ങളിൽ ദൈവം ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ കഴിക്കുന്നതിനെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അങ്ങ് അനുഗ്രഹിക്കും. ഞാൻ അനുഗ്രഹിക്കുന്ന അപ്പവും വെള്ളവുമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. ഞാൻ അനുഗ്രഹിക്കുന്ന അപ്പവും വെള്ളവും മാത്രമേ നിങ്ങൾ ഭുജിക്കാൻ പാടുള്ളൂ. ഞാൻ അനുഗ്രഹിക്കാത്ത അപ്പവും വെള്ളവും നിങ്ങളിൽ ഗർഭചിത്രമുണ്ടാക്കും, നിങ്ങളിൽ മരണത്തെ കൊണ്ടുവരും, നിങ്ങളിൽ ശാരീരികമായ ബലഹീനതകളെ കൊണ്ടുവരും, നിങ്ങളിൽ അനാവശ്യമായ രോഗങ്ങളെ കൊണ്ടുവരും. എന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ ഞാൻ അനുഗ്രഹിച്ച ഭക്ഷണ പദാർത്ഥങ്ങളെ, ഞാൻ അനുഗ്രഹിച്ച അപ്പത്തെയും വെള്ളത്തെയും നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ പുത്രോത്പാദന ശേഷി വർദ്ധിക്കും, നിങ്ങളിൽ ആരോഗ്യം വീണ്ടെടുക്കപ്പെടും, നിങ്ങളിൽ മലിനത മാറിയിട്ട് വിശുദ്ധിയിലേക്ക് നിങ്ങൾ തികഞ്ഞു വരും. അപ്പോൾ പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി നിരവധി വാക്യങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുകയാണ്. നമ്മൾ സംസാരിച്ചു വരുന്നത് ഭൂതങ്ങളുടെ മേശ, അത് നിങ്ങൾ വീട്ടിൽ കഴിക്കുന്ന ഭൂതങ്ങളുടെ മേശയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വരുന്നത്. ദൈവം ഒരുവന്റെ ഭക്ഷണത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇരുട്ടിന്റെ രാജാവായിരിക്കുന്ന, വീണുപോയ കെരൂബായിരിക്കുന്ന, സാത്താനായ ബെത്സബൂൽ എന്നു പേരുള്ള ലൂസിഫർ ആയിരിക്കുന്ന ദൂതൻ ഒരുവന്റെ ഭക്ഷണ പദാർത്ഥങ്ങളെ മലിനമാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നതിനെ മലിനമാക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എന്നാൽ
എഴുതപ്പെടാത്ത ഒരു ആശയമായി, ഒരു ചിന്തയായി, ഒരു ആലോചനയായി ഇരുട്ടിൻ്റെ ദുരാത്മാവായിരിക്കുന്ന ലൂസിഫർ മനസ്സിൽ ചിന്തിച്ച് കാണും, ദൈവം അവൻ്റെ അപ്പത്തെ അനുഗ്രഹിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ദൈവം അവൻ്റെ വെള്ളത്തെ അങ്ങ് അനുഗ്രഹിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അവൻ കഴിക്കുന്നതിനെയും കുടിക്കുന്നതിനെയും മലിനമാക്കും എന്നൊരു ശപഥം അവൻ എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ അങ്ങ് വ്യാഖ്യാനിച്ച് പറയട്ടെ. ദൈവം എന്തിനെങ്കിലും നല്ലതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നശിപ്പിക്കുക എന്നത് സാത്താൻ്റെ എല്ലാ കാലത്തുമുള്ള സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെ നോക്കി ദൈവം പറയുന്നു, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദൈവം അനുഗ്രഹിക്കാൻ നോക്കി വെച്ചിരിക്കുന്ന അപ്പത്തെയും വെള്ളത്തെയും സാത്താൻ മലിനമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വചനം ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വർധനവിന് വേണ്ടി എടുത്തൊന്ന് കാണിച്ചിട്ട് അവിടെ നിന്ന് ചില കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിൽ പരക്കെ പ്രചരിക്കപ്പെട്ടിരിക്കുന്ന ജ്ഞാനസാഹിത്യങ്ങളിൽ നിന്നുള്ള ഒരു വചനം, അതായത് സദൃശവാക്യങ്ങളിൽ നിന്ന് 23-ാം അധ്യായത്തിൽ നിന്ന് 3-ാമത്തെ വാക്യവും അതിൻ്റെ 6-ാമത്തെ 7-ാമത്തെ വാക്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവൻ്റെ സ്വാദുഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ദ ഫുഡ് ദാറ്റ് ഡിസീവിങ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഒരുവനെ വഞ്ചിച്ച് കളയുന്ന ആഹാരപദാർത്ഥങ്ങൾ, ഒരുവനെ വഞ്ചിച്ച് കളയുന്ന ആഹാരപദാർത്ഥങ്ങൾ, ഒരുവൻ്റെ വിശ്വാസത്തെ തെറ്റിച്ചു കളയുന്ന ആഹാരപദാർത്ഥങ്ങൾ, ഒരുവൻ്റെ ശാരീരിക ഘടനയെ ശിഥിലമാക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ. ഇനി ഞാൻ അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ കൂടി ചേർത്ത് വായിക്കാം. കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്, അവൻ്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുമരുത്. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു, തിന്നു കുടിച്ചു കൊള്ളുക എന്നവൻ നിന്നോട് പറയും. അവൻ്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. കണ്ണുകടിയുള്ളവൻ്റെ, നിന്നെക്കുറിച്ച് ദോഷം വിചാരിക്കുന്നവൻ്റെ കയ്യിലിരിക്കുന്ന സ്വാദുഭോജ്യങ്ങൾ നമ്മെ വഞ്ചിക്കും. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതുപോലെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ദൈവം പറയുന്നു, ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെ അനുഗ്രഹിക്കും. സാത്താൻ പറയുകയാണ്, അവരെ അനുഗ്രഹിക്കാൻ നീ തിരഞ്ഞെടുത്തിരിക്കുന്ന അപ്പത്തെയും വെള്ളത്തെയും ഞാൻ മലിനമാക്കിക്കൊണ്ട് അവരെ ഒരു വലിയ കൂട്ടത്തെ ഞാൻ ഭക്ഷണം എന്ന് പറയുന്ന ഒരു വലിയ ബന്ധനത്തിനകത്ത് കുരുക്കിയിടും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യം കൂടെ ഞാൻ പറയാം, ഒരു അനുഭവം കൂടെ പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വലിയ സഭയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നു ചെന്നു. ആ സഭയിൽ ശുശ്രൂഷ കഴിഞ്ഞ് പകൽ സെഷൻ കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടനുബന്ധിച്ച് ഞാനിങ്ങനെ വിശ്രമത്തിലായിരിക്കുന്ന സമയത്ത് ആ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന, വലിയൊരു സഭയാണ്, ഒരു മെഗാ ചർച്ചാണ്, പാസ്റ്ററായിരിക്കുന്ന ദൈവദാസൻ എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, സഭയെക്കുറിച്ചൊന്ന് പ്രാർത്ഥിക്കണം, എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം, ഒന്നും മറയ്ക്കരുത്. ഞാൻ ഉടനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, അങ്ങ് എന്തരുളി ചെയ്താലും ഞാൻ ഈ ദൈവദാസന്മാരോട് അത് സംസാരിക്കുകയും പറയുകയും ചെയ്യും. ഉടനെ ദൈവദാസനോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, കർത്താവ് വെളിപ്പെടുത്തിയാൽ ഉറപ്പായി ഞാൻ സംസാരിക്കുകയും പറയും. ശരി, ഞങ്ങൾ ചില വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതിന് അനന്തരം പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ചിരുന്നു. ഒരു 4 മണിയോട് അടുപ്പിച്ച് സമയം എത്തിയിട്ടുണ്ട്. പാസ്റ്ററുണ്ട്, പാസ്റ്ററുടെ പ്രിയപ്പെട്ടവളുണ്ട്, കൂടെ നിൽക്കുന്ന ചില സഹശുശ്രൂഷകരുണ്ട്, ഒക്കെ ഉണ്ട്, ഞാനും കൂടെയുണ്ട്. ഞങ്ങൾ ആ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കണ്ണടച്ചു പ്രാർത്ഥിക്കവേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്ന ചില പ്രവാചക ശബ്ദങ്ങൾ, ആലോചനകൾ, ദർശനങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യം കാണുന്നൊരു കാഴ്ച, ഇപ്പോൾ ഈ സഭ 2 തോണിയിൽ ആൾക്കാർ ഇരിക്കുന്നത് പോലെ, ഒരേ തടാകമാണ്, പക്ഷേ 2 തോണിയിൽ ആൾക്കാരിരിക്കുന്നത് പോലെ ഒരു ചിത്രം എന്നെ കാണിച്ചു. ഞാൻ ആ ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസനെ, ശക്തമായ ഒരു ഭിന്നത ഞാൻ ഈ സഭയ്ക്കകത്ത് കാണുന്നു. അദ്ദേഹം ഉടനെ തല ഉലുക്കിയിട്ട് പറഞ്ഞു, പാസ്റ്റർ, കൃത്യമായ കാര്യമാണ്, ഇനിയും പാസ്റ്റർ ആലോചന എടുത്താലും ആലോചന പറഞ്ഞാലും. ഞാൻ കണ്ണടച്ച് പിന്നെയും കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എന്തുകൊണ്ടാണ് ഈ ഭിന്നത ഉണ്ടായത്? ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഇങ്ങോട്ട് ഒരു കാഴ്ച കാണിക്കും. ഇങ്ങനെയാണ്, 7 മാസങ്ങൾക്ക് മുമ്പ് വരെ ഇവർ എല്ലാവരും ഒരു തോണിയിലായിരുന്നു ഒരുമിച്ച് അവക്കൊണ്ടിരുന്നത്. ഞാൻ ഉടനെ ആലോചന ആ ദൈവദാസനോട് പറഞ്ഞു, പക്ഷേ 7 മാസമായി കൃത്യമായി നിങ്ങളുടെ സഭയിൽ ഈ ഒരു ഭിന്നത, ഒരു പിളർപ്പുണ്ടായിട്ട് അവർ 2 പേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ ആ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയുന്നത്, പാസ്റ്റർ, ഇതെങ്ങനെ പാസ്റ്റർക്ക് മനസ്സിലാകുന്നതെന്ന് അറിയത്തില്ല, സത്യമായും പാസ്റ്റർ ദൈവം വെളിപ്പെടുത്തിയതാണ്. കൃത്യമായി 7 മാസമായി ഇങ്ങനെ ഞങ്ങളുടെ സഭയിൽ ഒരു ആന്തരികമായ കലക്കം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണടച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കാണിക്കുന്ന കാഴ്ച, ഒരു രാത്രിയിൽ
ഈ സഭയിലെ വിശ്വാസികൾ എല്ലാവരും കൂടി ചേർന്നിരുന്ന് കഴിക്കുന്ന ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുന്ന ഒരു വീട് ഞാൻ ദൈവാത്മാവിൽ കണ്ടു. ഞാൻ ഉടനെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, ഇന്ന സ്ഥലത്ത് ഇന്ന ഇടത്ത് 2 നില കെട്ടിടമുള്ള ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലും അകത്ത് ഡൈനിങ് ഹാളിലുമായി നിങ്ങളിലെ സഭയിലുള്ള എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഉടനെ അവർ പറഞ്ഞു, അതേ പാസ്റ്ററെ, ഞങ്ങളുടെ ഇന്ന അമ്മാമ്മയുടെ വീട്ടിൽ അന്ന് കോട്ടേജ് മീറ്റിംഗ് ആയിരുന്നു. ഞാനപ്പോൾ ഞെട്ടിപ്പോയി. കർത്താവെ, ഈ ദൂത് എങ്ങോട്ടാ പോകുന്നത്? സഭയുടെ ഭിന്നത, 7 മാസം മുമ്പ് നടക്കുന്ന കോട്ടേജ് മീറ്റിംഗ്. എനിക്കൊന്നും കണക്ട് ആവാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ആശയം കിട്ടുന്നില്ല. ഞാൻ കുഴഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ഉടനെ കർത്താവിനോട് പറയും, കർത്താവെ, വളരെ ആക്യുറേറ്റ് എന്നോട് സംസാരിക്കുക. ഉടനെ ദൈവാത്മാവ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ദൃശ്യം പോലെ ഒരു കാഴ്ച എന്നെ കാണിക്കുകയാണ്. അതായത് ഈ കോട്ടേജ് മീറ്റിംഗ് നടക്കുന്ന വീട്ടിൽ വൈകുന്നേരം 6:30 മണിക്കാണ് നമ്മുടെ ഈ പ്രെയർ നടക്കുന്ന സമയം. എന്നാൽ 4 മണിക്ക് അവർ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കവേ, അവർ ചിക്കൻ കറി ഉണ്ടാക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കവേ, ആ സഭയിൽ പുതുതായി കടന്നു വന്നിരിക്കുന്ന ഒരു കുടുംബം വളരെ നേരത്തെ ഈ അമ്മാമ്മയെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. ഇവർ എല്ലാവരും കൂടിയാണ് ഈ ആഹാര പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നത്. ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കവേ ഇവർ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ദൈവാത്മാവ് എന്നെ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. ഈ വന്ന സഹോദരി അവിടെ ഉണ്ടായിരുന്ന അമ്മാമ്മയോട് പറയുന്നത് ഇങ്ങനെയാണ്, അമ്മാമ്മേ, ഞങ്ങളുടെ പാസ്റ്റർ നല്ല ആളാണ്, നല്ല പ്രസംഗമാണ്, നല്ല കൃപയാണ്, ഒത്തിരി രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോകുന്ന ആളാണ്, വലിയ സഭയാണ്, നമുക്ക് ഇനിയും വലിയ സഭ വേണം, നമുക്ക് സ്വന്തമായി ലാൻഡ് വേണം, നമുക്ക് ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവ് കാര്യം പറഞ്ഞു തുടങ്ങുക. എന്നിട്ട് ഇങ്ങോട്ട് മെല്ലെ 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 ആ സഹോദരിയുടെ വാക്കുകളും വർത്തമാനവും ഒക്കെ തിരിഞ്ഞ് സഭയുടെ സമ്പത്ത്, വരവ് ചെലവുകൾ, കണക്കുകൾ, പാസ്റ്റർക്ക് ചിലരോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ്, ചിലരോട് ഇച്ചിരി സ്നേഹം കുറവാണ് എന്നിങ്ങനെ ഭിന്നതയുളവാക്കുന്ന വാക്കുകൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിച്ചു. എനിക്ക് അപ്പോഴും കാര്യമൊന്നും വ്യക്തമായില്ല, എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉടനെ ഞാൻ അവിടെ ഇരുന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എന്തോ ഒരു ആത്മീയ മർമ്മം വെളിപ്പെടാനുണ്ട്, എന്നോട് അത് കൃത്യമായി സംസാരിക്കുക. ഉടനെ പരിശുദ്ധാത്മാവ് ധൃതിയിൽ എന്നെ കാണിക്കുന്ന കാഴ്ച ഇങ്ങനെയാണ്. ഈ സഹോദരി അവിടെയുള്ള അമ്മാമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും സവാള എരിയുകയാണ്, ഇവർ രണ്ടുപേരും ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്, ഇവർ രണ്ടുപേരും അടുക്കളയിൽ തകൃതിയായി പാചകം ചെയ്യുകയാണ്. ആർക്ക്? വരുന്ന ദേവദാസനും സഭയിലെ വിശ്വാസികൾക്കും കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയാണ്. ആഹാരം ഉണ്ടാക്കുന്ന ആ അടുക്കളയുടെ ഭാഗത്തിരുന്ന് ഇവർ സംസാരിക്കുന്നത് മുഴുവൻ ഭിന്നതയാണ്, ഇവർ സംസാരിക്കുന്നത് മുഴുവൻ ഗോസിപ്പാണ്. ഞാനത് കേട്ട് ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാഴ്ച ഇങ്ങനെ കാണിച്ചു. ഇവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കവേ ഇവരുടെ ആകാശ മണ്ഡലങ്ങളിൽ നിന്ന് അരൂപികളായ അശുദ്ധാത്മാക്കൾ, ഇരുണ്ട നിറത്തിലുള്ള അശുദ്ധാത്മാക്കൾ ഇവരുടെ ടെറസിനെ ഭേദിച്ച് ഇവരുടെ അടുക്കളയിലേക്ക് വന്ന് വായുവിനോടൊപ്പം ചേർന്ന് ഇവർ ഇളക്കി മറിക്കുന്ന ചിക്കൻ കറിയിലേക്കും ഇവർ ഉണ്ടാക്കി വെക്കുന്ന അപ്പത്തിനകത്തേക്കും ഇവർ കോരി വെക്കുന്ന ചിക്കൻ സ്റ്റൂവിനകത്തേക്കും ഇവർ ഉണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലേക്ക് വന്ന് കയറി ലയിക്കുന്നത് ഒരു കാഴ്ച എന്നെ കാണിച്ചു. ഞാൻ ഒരു കാര്യം സത്യസന്ധമായി എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിഷൻ കാണുന്നത്. അന്ന് വരെ എനിക്കും ഈ വിഷയത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു, വലിയ ജ്ഞാനവും ഇല്ലായിരുന്നു. ഞാനത് കണ്ട ഉടനെ ആകെ ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടിയിട്ട് ഉടനെ എനിക്കിപ്പോൾ ആലോചന എന്തെങ്കിലും ഈ സഭയിലെ ദൈവദാസനോട് പറയണമെന്ന ചിന്തയിൽ നിന്ന് ഞാൻ എന്തോ ഒരു പുതിയ കാര്യം പരിശുദ്ധാത്മാവിൽ നിന്ന് പഠിക്കുകയാണെന്ന് പറയുന്ന തീവ്രമായ ഒരു ആകാംക്ഷ, ജിജ്ഞാസയുണ്ടായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഷോ മീ ദ റിയൽ റീസൺ. ഉടനെ കുറച്ച് സമയം അതങ്ങനെ ഇരിക്കുന്നു. അവർ പ്രാർത്ഥന കഴിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറഞ്ഞ ഉടനെ ഈ ഭക്ഷണ പദാർത്ഥം എടുത്തു വിളമ്പുകയാണ്. എല്ലാവരുടെയും പ്ലേറ്റിനകത്തേക്ക് ആഹാര പദാർത്ഥങ്ങൾ പോകുമ്പോൾ അവരെല്ലാവരും അപ്പം എടുത്ത് കഴിക്കുന്ന ഉടനെ ഞാൻ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. അവർ കഴിക്കുന്ന വായ്ക്കകത്തുകൂടി അശുദ്ധാത്മാക്കൾ അവരുടെ ഉദരത്തിനകത്തോട്ട് പോകുന്നു. ഉദരത്തിനകത്തോട്ട് പോയി ചില മിനിറ്റുകൾ കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ബുദ്ധിക്കകത്ത്, അയ്യോ, ഞങ്ങളുടെ പാസ്റ്റർ ശരിയല്ലല്ലോ, പുള്ളിയുടെ വൈഫ് ശരിയല്ലല്ലോ, പുള്ളിയുടെ പ്രസംഗം ശരിയല്ലല്ലോ, പുള്ളിയുടെ രീതികൾ ശരിയല്ലല്ലോ, ഈ സഭ കൊള്ളത്തില്ലല്ലോ, ഈ സഭയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഞങ്ങളോട് എന്താ അതൊക്കെ പറയാത്തെ, അവർ മാത്രം ആലോചിച്ച് അതൊക്കെ ചെയ്യുന്നു, ഞങ്ങളിത് അറിയണ്ടേ, ഞങ്ങളോട് ഇത് പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ സംഭാവന വാങ്ങിയതല്ലേ, ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ. അവിടെ മുതൽ ആരംഭിക്കാൻ തുടങ്ങി. ഞാൻ ദേവദാസനോട് പറഞ്ഞു, ദേവദാസനെ, 7 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നടത്തിയ ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ ആഹാരം പാചകം ചെയ്യുന്ന കിച്ചനകത്ത് നിന്ന് അവർ സംസാരിച്ച ഭിന്നതയുടെ ഒരു അശുദ്ധാത്മാവ് ഭക്ഷണത്തിലൂടെ ലയിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് എല്ലാവരുടെ ഉള്ളിലെത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വരൂ, നമുക്ക് ഒരുമിച്ച് അതിനെ ബ്രേക്ക് ചെയ്യാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവർ ഒരുമിച്ച് നിറകണ്ണുകളോട് എഴുന്നേറ്റ് നിന്നു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സഭയ്ക്കകത്ത് അനേക വ്യക്തികളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഭക്ഷണത്തിലൂടെ
മലിനമായി കയറി വന്നിരിക്കുന്ന ഭിന്നതയുടെ ദുരാത്മാവ് വിട്ടുപോകുന്നത് ഞാൻ കണ്ടു. വൈകിട്ടത്തെ സെഷനും കഴിഞ്ഞ് രാത്രി കാറോടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ഒത്തിരി കാര്യങ്ങൾ, ചിന്തകൾ അലയടിക്കുകയാണ്. കർത്താവേ, ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? ഇതെന്താണ് സംഭവിക്കുന്നത്? ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അനീഷ്, ഇതാണ് ഭൂതങ്ങളുടെ മേശ. കർത്താവിൻ്റെ മേശ വിരിച്ചൊരുക്കി സഭയിൽ നുറുക്കി പാനം ചെയ്ത് ഭക്ഷിച്ചു ബലപ്പെടുന്നത് പോലെ മനുഷ്യർ പറയുന്ന അശുദ്ധമായ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അശുദ്ധമാകുമെന്ന് സഭയിലും ദൈവമക്കളും ഇത് നന്നായി അറിയണം. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ മക്കളോട് ഞാനൊരു കാര്യം ശക്തമായ ഭാഷയിൽ പറയാം. നിങ്ങളുടെ വീട്ടിൽ ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് കഴിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ നോക്കി കുറ്റം പറയും. അത് കഴിക്കുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കി കുറ്റം പറയും. നിങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന വീട്ടമ്മയാണ്, ആഹാരം ഉണ്ടാക്കുമ്പോൾ സഹായിക്കുന്ന കുടുംബനാഥനാണ്, ആഹാരം ഉണ്ടാക്കുമ്പോൾ മമ്മിയെയും പപ്പായും ഹെൽപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞ്, ഗോസിപ്പ് പറഞ്ഞ്, നിരാശ പറഞ്ഞ്, അയ്യോ അതെങ്ങനെ കൊടുക്കും, ആകുലത പറഞ്ഞു, അയ്യോ അടുത്ത മാസം എങ്ങനെ കൊടുക്കും, ഇന്ന കാര്യം എങ്ങനെ നടക്കും, ഫീസ് അടച്ചില്ലല്ലോ, അതടച്ചില്ലല്ലോ, ഇതടച്ചില്ലോ, ആകുലത പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങളെ തയ്യാറാക്കുകയും അത് നിങ്ങളുടെ വീട്ടിൽ വിളമ്പി കഴിക്കുകയും ചെയ്യുന്നതെങ്കിൽ എത്ര വിശ്വാസമുള്ളവൻ്റെ ഹൃദയത്തെ ഇളക്കുന്ന ആകുലത അവൻ തിന്നുകയാണ് എന്ന് നിങ്ങൾ അറിയുക. എത്ര വലിയ ആത്മാവിൽ കരുത്തുള്ളവനാണെങ്കിലും നമ്മുടെ അറിവില്ലാത്ത മേഖലകളിലൂടെ തന്ത്രപൂർവ്വമായി സാത്താൻ കയറി വരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രസ്താവന ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളെല്ലാവരും മിക്കവാറും വീട്ടിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭൂതങ്ങളുടെ മേശ കഴിക്കാറില്ലേ? ഉറപ്പായും കഴിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് കഴിക്കുന്നത്? അത് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയും, ഇല്ല പാസ്റ്ററെ, ഞങ്ങൾ ഉണ്ടാക്കുമ്പോഴും സ്തോത്രം പറയും, ഞങ്ങൾ പച്ചക്കറി കഴിയുമ്പോൾ സ്തോത്രം പറയും, യേശുവിൻ്റെ നാമത്തിൽ ഇത് ജീവനും ചൈതന്യവും നിറവും സമൃദ്ധിയും അനുഗ്രഹവും അഭിഷേകവും വർധനവും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം വെളിയിൽ നിന്ന് മേടിക്കാറില്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാറില്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം തയ്യാറാക്കുന്നതിന് വേണ്ടി സവോള പുറത്തുനിന്ന് മേടിക്കാറില്ലേ? ഇത് ഉണ്ടാക്കിയ വയലിൽ വെച്ച് അത് മലിനമാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് കയറ്റി വന്നുകൊണ്ടിരിക്കുന്ന വഴിവക്കൽ അത് വിഗ്രഹാർപ്പിതമായി മാറാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോഴും അതിനകത്ത് വ്യാപരിച്ച് കിടക്കുന്ന അദൃശ്യമായ അരൂപികളും അദൃശ്യ ശക്തികളും ഉണ്ട് എന്ന് നന്നായി അറിയുക. അങ്ങനെ ഒരുവന്റെ വീട്ടിൽ പാചകം ചെയ്യുന്ന ഇടത്ത് നിന്ന് ഭക്ഷണം മലിനമാകുകയും അത് ഭൂതങ്ങളുടെ മേശയായി മാറുകയും ചെയ്യുന്നു. ഇനി ഭക്ഷണം പാചകം ചെയ്യുന്ന അമ്മാമ്മ വളരെ ആത്മാവിൽ പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ സ്തുതിച്ചും പാടിയും ഒക്കെ ഉണ്ടാക്കിയ ഭക്ഷണമാണ് എടുത്ത് ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചു. വീട്ടിലെ എല്ലാ അംഗങ്ങളും വന്നിരുന്നു. നിങ്ങൾ അത് വിളമ്പിക്കഴിക്കുന്ന സമയത്ത് നല്ലത് മാത്രം പറയുക, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നല്ലത് പറയുക. അവിടെ ഇരുന്ന് നിരാശ പറഞ്ഞ്, വൈഫിൻ്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞ്, അച്ചാച്ചൻ്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞ്, മക്കളുടെ ടീച്ചേഴ്സിൻ്റെ കുറ്റം പറഞ്ഞ്, അയൽവക്കക്കാരുടെ കുറ്റം പറഞ്ഞ്, അതും ഇതും പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പിൽ വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ നിങ്ങളുടെ വായ കൊണ്ട് മലിനമാക്കുന്നെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയാം, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10:21 പറയുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ ഭൂതങ്ങളുടെ മേശയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കൂടെ സകല നെഗറ്റിവിറ്റിയും നെഗറ്റീവ് സ്പിരിറ്റുകളെയും നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ അകത്തോട്ട് കയറും. ഈ അകത്ത് കയറിയതിനെ കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു അടയാളം വേണമെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങൾ വളരെ സന്തോഷവാനായ ഒരു മനുഷ്യനാണ് അത് ചിന്തിക്കുക, വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു, നിങ്ങളുടെ ഓഫീസിൽ പ്രശ്നമില്ല, കുടുംബജീവിതത്തിൽ പ്രശ്നമില്ല, ശുശ്രൂഷയിൽ പ്രശ്നമില്ല, എല്ലാം നന്നായിരിക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ പോകുന്ന വക്കിൽ നിങ്ങൾക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി. വെറുതെ ഞാനൊരു കഥ പറയുകയാണ്, ഒരു ഉദാഹരണം പറയുകയാണ്. ചായ കുടിക്കണമെന്ന് തോന്നി. നിങ്ങളൊരു കടയിലോട്ട് നിർത്തി, നിങ്ങളൊരു കടയിൽ നിന്നൊരു ചായ ഓർഡർ ചെയ്തു, ചായ വാങ്ങി. ചായ കുടിച്ച അനന്തരം ഉടനെ നിങ്ങളുടെ മനസ്സിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, നിങ്ങളുടെ ഹൃദയത്തിലെ നിറവ് പോയി, നിങ്ങളുടെ ഹാപ്പിനെസ് പോയി, നിങ്ങൾക്ക് പെട്ടെന്ന് ആകുലത ഉണ്ടാകുകയാണ്, ചിന്താഭാരം ഉണ്ടാകുകയാണ്. എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങളുടെ ചായ മേക്കർ, നിങ്ങൾക്ക് വേണ്ടി ചായ അടിച്ചവൻ്റെ ഹൃദയം മുഴുവൻ ആകുലതയാണ്. അവൻ ഉണ്ടാക്കിയപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സകല നെഗറ്റീവ് ഇമോഷൻസും അവൻ പ്രിപ്പയർ ചെയ്ത ഡിഷിലൂടെ നിങ്ങളുടെ അകത്തും കയറിയിട്ടുണ്ട്. അത് നിങ്ങളെ ഇപ്പോൾ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഈ ആകുലത നിങ്ങളുടെ അകത്ത് കയറിയ വരുന്ന വഴി എത്ര ലളിതമാണ് നിങ്ങൾ അറിഞ്ഞ്. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയം സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മേലിൽ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഇനി പോകരുത്. ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു ഭക്ഷണ പദാർത്ഥം വാങ്ങിച്ച് കഴിക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും മാനസികമായ ആരോഗ്യത്തിനകത്തും കേടുപാടുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ മേലിൽ ആ വഴിക്ക് പോയേക്കരുത്. കാരണം അവിടെ ഉണ്ടാക്കപ്പെടുന്നത് എന്തോ അത് നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിന് വിരുദ്ധമാണെന്നറിയുക. എൻ്റെ ബ്രദറെ, ഇങ്ങനെയൊക്കെ നോക്കിയാൽ വല്ലതും കഴിക്കാനും കുടിക്കാനും പറ്റും. ഒരു വചനം ഞാൻ നിങ്ങളൊന്ന് എടുത്ത് കാണിച്ചോട്ടെ. പണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഒരു ശീലമാണ്, പിന്നീട് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് കൈമോശം വന്നുപോയ ഒരു കാര്യമാണ്.
1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ആ 4ഉം 5ഉം കൂടെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. പുതിയ നിയമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൽപ്പനയാണ്, എഴുതപ്പെട്ട വചനമാണ്. നമുക്കറിയില്ല, നമ്മുടെ മുമ്പിൽ എത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് വയലിൽ വെച്ച് മലിനമാക്കപ്പെട്ടേക്കാം, അത് അവിടെ നിന്ന് പറിച്ച് വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ മലിനമാക്കപ്പെട്ടേക്കാം, അത് തൂക്കിത്തരുന്ന കടയിൽ വെച്ച് മലിനമാക്കപ്പെട്ടേക്കാം, അത് പാചകം ചെയ്യുന്ന അടുക്കളയിൽ വെച്ച് മലിനമാക്കപ്പെട്ടേക്കാം, അത് വിളമ്പി തീന്മേശയിൽ വരുമ്പോൾ നമുക്ക് ചുറ്റുമിരിക്കുന്നവരുടെ വർത്തമാനം കൊണ്ട് അത് മലിനമായി പോയേക്കാം. എന്നാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏക മാർഗം എന്താണ്? നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് എന്താണെങ്കിലും അതിനെ സ്തോത്രം ചെയ്ത് ശുദ്ധീകരിക്കുക. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവെ, നൽകിയ ഭക്ഷണത്തിന് നന്ദി, ഭക്ഷിച്ച് ബലപ്പെടാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ. അങ്ങനെ പറഞ്ഞാൽ ഇത് ശുദ്ധീകരിക്കപ്പെടുന്നില്ല. ഇങ്ങനെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന വെള്ളത്തെയും അപ്പത്തെയും ഞാൻ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ അതിനെ ശുദ്ധീകരിക്കുന്നു. ഇത് കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിനും എൻ്റെ ആരോഗ്യത്തിനും അത് ജീവനും ചൈതന്യവുമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ, ആമേൻ. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞ് കഴിച്ചു നോക്കിയേ. ഒന്നും അകത്തോട്ട് പോകുന്നത് നിങ്ങളെ മലിനമാക്കാതെ ജയകരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. നമ്മുടെ സഭയിൽ ആരാധനകളുടെ ഏതെങ്കിലും മധ്യഭാഗത്തോ അല്ലെങ്കിൽ ഒടുവിലോ ആയി തിരുമേശ നടത്തുമ്പോൾ നാം ആ വീഞ്ഞിനെ അല്ലെങ്കിൽ ആ മുന്തിരിച്ചാറിനെ എടുത്ത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇത് കുടിപ്പീനെന്ന് പറയുമ്പോൾ, ഉച്ചരിക്കുമ്പോഴാണ് ആ വസ്തുവിന് മാറ്റം സംഭവിക്കുന്നില്ല. എങ്കിൽ പോലും ആ മുന്തിരിച്ചാറിനകത്ത് ഒരു ചൈതന്യം ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇരിക്കുന്ന വസ്തുവിനെ അല്ല, വസ്തുവിനെ നോക്കി പറയുന്ന ശുശ്രൂഷകന്റെ വാക്ക് ആ പാനപാത്രത്തെ അങ്ങനെ അങ്ങ് വിശുദ്ധമാക്കുന്നു. അപ്പം നുറുക്കിയിട്ട് ഇത് കർത്താവിൻ്റെ ശരീരമാണെന്നാണ് ശുശ്രൂഷകൻ പറയുന്നത്. ഇത് നിരാശയാണെന്നല്ല പറയുന്നത്. അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് യേശുവിൻ്റെ ശരീരമാണെന്നാണ് ശുശ്രൂഷകൻ പറയുന്നത്. ശുശ്രൂഷകൻ അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ദൈവത്തിൻ്റെ ജീവൻ ആ നിർജീവമായ ഗോതമ്പിൻ്റെ കണിക കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ അപ്പത്തിനകത്ത് പോലും വ്യാപരിച്ചിട്ട് അത് സ്തോത്രത്തോടും വിശ്വാസത്തോടും കൂടി വാങ്ങി കഴിക്കുന്ന എൻ്റെ ശരീരത്തിന് ജീവനും ബലവുമായി മാറുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഒരുവൻ അപ്പമെടുത്തത് യേശുവിൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ ശരീരത്തിന് തത്തുല്യമായ ഫലം കൊണ്ടുവരുന്നെങ്കിൽ, ഇത് യേശുവിൻ്റെ രക്തമാണ് എന്നൊരു മുന്തിരിച്ചാറിനെ എടുത്തു വെച്ചിട്ട് ഒരു ശുശ്രൂഷകൻ പറയുമ്പോൾ അതിനകത്ത് ജീവനും ചൈതന്യവും ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ, കയ്യിലിരിക്കുന്ന ഏത് ഭക്ഷണ പദാർത്ഥത്തെയും നോക്കി എന്ത് അശുദ്ധമായത് പറഞ്ഞാലും എന്ത് നെഗറ്റീവായത് പറഞ്ഞാലും അത് ഭൂതങ്ങളുടെ മേശയായി മലിനമാക്കപ്പെടുകയും അത് നിങ്ങളെ മലിനമാക്കുകയും ചെയ്യുമെന്ന് നന്നായി അറിയുക. എന്താ പാസ്റ്റർ ഇതിനൊരു പ്രതിവിധി? ഏക പ്രതിവിധി, പുതിയൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. എന്ത് ശീലം? കുടിക്കുമ്പോഴാകട്ടെ, കഴിക്കുമ്പോഴാകട്ടെ, ചോക്ലേറ്റ് കഴിക്കുമ്പോഴാകട്ടെ, ഒരു മുട്ടായി കഴിക്കുമ്പോഴാകട്ടെ, ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങി കുടിക്കുമ്പോഴാകട്ടെ, ബോധപൂർവം അതിനെ ഒന്ന് ശുദ്ധീകരിച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയോ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ 50% പിഴവുകളെ, 50% ബാലൻസ് ഇല്ലായ്മയെ നിങ്ങൾക്ക് നീക്കിക്കളഞ്ഞിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു വിജയകരമായ ജീവിതം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ ഉറപ്പ് തരികയാണ്. ഞാനത് വളരെ നാളുകളായി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അതിന് മുഖാന്തരം ഒത്തിരി നന്മകൾ ഞാൻ അനുഭവിച്ചു. അവയൊക്കെ പിന്നീട് ഒരു സംവത്സരത്തിൽ അല്ലെങ്കിൽ പിന്നീട് ഒരു സാവകാശത്തിൽ പറഞ്ഞേക്കാം. ഒരുമിച്ച് നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഭൂതങ്ങളുടെ മേശ? നിങ്ങൾക്ക് നന്നായി മനസ്സിലായി. അത് കേവലം വിഗ്രഹാർപ്പിതങ്ങൾ മാത്രമല്ല, അത് കേവലം കൈവിഷം മാത്രമല്ല. ഒരു മനുഷ്യൻ ആഹാര പദാർത്ഥത്തെ നോക്കി എന്തു പറയുന്നുവോ അവയൊക്കെ ആഹാര പദാർത്ഥത്തിൻ്റെ മേൽ ദുരാത്മാക്കളാൽ ബാധിക്കപ്പെടും. അവ കഴിക്കുമ്പോൾ അത് നിങ്ങളെ മലിനമാക്കുകയും ബന്ധനങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ സ്വസ്ഥതയെ അത് നശിപ്പിക്കും, നിങ്ങളുടെ ആരോഗ്യത്തിൽ അത് രോഗമായി മാറും, നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ അത് നശിപ്പിക്കും, നിങ്ങളുടെ സ്വസ്ഥത എടുത്തുകളയും, നിങ്ങളുടെ സഭകൾക്കകത്ത് ഭിന്നതകളെ കൊണ്ടുവരും, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള അന്തരീക്ഷത്തെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് എപ്പോഴും സ്തോത്രം ചൊല്ലിയും നുറുക്കിയും സ്തോത്രം ചൊല്ലിയും ആരാധിച്ചും സ്തോത്രത്തോടുകൂടി സന്തോഷത്തോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവരാകുവാൻ, ഒന്നാമത്തെ സഭ ചെയ്തിരുന്നത് പോലെ ആനന്ദത്തോടെ ഭക്ഷിക്കുവാൻ കർത്താവ് നമ്മുടെ മേൽ കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ കൂടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നിൽക്കുന്ന, ഇരിക്കുന്ന, കേൾക്കുന്ന എവിടെയാണെങ്കിലും എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, കഴിഞ്ഞ അനേകം നാളുകളായി ഈ വചനത്തിൻ്റെ സത്യം അറിയാതെ
പലയിടങ്ങളിൽ നിന്ന്, പല തീന്മേശകളിൽ നിന്ന് വിളമ്പി തന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളെയും ശുദ്ധീകരിക്കാതെ ഞങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തത് മുഖാന്തരമായി ഞങ്ങളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലും ഞങ്ങളുടെ തലച്ചോറിലും ഞങ്ങളുടെ ശരീരത്തിലുമായി കടന്നുകൂടിയ എല്ലാ ദുരാത്മാക്കളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതലുണ്ടാകേണ്ടതിന് ഇപ്പോൾ നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നു കർത്താവേ. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അത് ചെയ്തതെന്ന് നിനക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് ഞങ്ങളത് ഏറ്റുപറയുന്നു, ഞങ്ങളതിന് ക്ഷമ ചോദിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് അകത്തോട്ട് കയറിയിരിക്കുന്ന സകല അശുദ്ധാത്മാക്കളും ഈ മിനിറ്റിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ വിട്ട്, ആമാശയം വിട്ട്, വറുകുടലും ചെൻകുടലും വിട്ട് നിങ്ങളുടെ വായ തുറന്ന് അത് ഒമിറ്റ് ചെയ്ത് ഛർദ്ദിച്ച് ശബ്ദമുണ്ടാക്കി ആ അശുദ്ധാത്മാക്കൾ വെളിയിൽ പോകട്ടെ. ആകുലതയുടെ, നിരാശയുടെ, തകർച്ചയുടെ ദുരാത്മാക്കളെല്ലാം നിങ്ങളുടെ ഉള്ളങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ റിലീസ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 45-നും 55-നും വയസ്സിനിടയിൽ പ്രായമുള്ള 6 വ്യക്തികളുടെ ഉള്ളിനകത്ത് നിന്ന് ഇപ്പോൾ അത്തരത്തിലുള്ള മലിനമാക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളാലുള്ള പീഡകൾ നീങ്ങിപ്പോകട്ടെ, നീങ്ങിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ട്യൂമറുകളായി നിങ്ങളുടെ വൻകുടലിനകത്ത് വളർന്നിരിക്കുന്ന വളർച്ചകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ ആകട്ടെ. അൾസറായി നിങ്ങളുടെ ആമാശയത്തിനകത്ത് വ്യാപരിച്ചു കിടക്കുന്ന മലിനമായ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ കയറിയ ദുരാത്മ ശക്തികൾ അഴിഞ്ഞു മാറാൻ തുടങ്ങട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ മേലെ വിടുതലിനെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ വിടുതലിനെ സ്വീകരിക്കുക. കർത്താവ് ജനത്തെ സ്വതന്ത്രമാക്കുന്നതിനെ സ്തോത്രം. മഹത്വം അങ്ങെടുത്താലും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.